ഏകാന്ത പഥികൻ. ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ നഗ്നപാതനായി അദ്ദേഹം നടന്നു നീങ്ങുകയാണ്. സൂര്യതാപത്താൽ വിയർത്തൊലിക്കുന്നുമുണ്ട്. ചുമലിൽ ഒരു ഭാണ്ഡവും നിറം മങ്ങിയ ശിരോവസ്ത്രവും. ഇനിയും എത്രയോ സഞ്ചരിക്കാനുണ്ട്. മക്കയിലേക്കുള്ള വഴിയാണിത്. ഹജ്ജിന്റെ സമയമെടുത്തു കഴിഞ്ഞാൽ ഈ പാതകൾ ജനനിബിഡമാകും. വാഹനപ്പുറത്ത് ഒറ്റയായും കൂട്ടമായും ഹാജിമാർ ഇതുവഴി കടന്നു പോകുന്നു. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന മന്ത്രധ്വനികൾ ഈ മണലാരണ്യത്തെ കിടിലം കൊള്ളിക്കും. ഒരു ശബ്ദം കേട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കി. ഒരു ഗ്രാമീണനാണ്. ഒട്ടകപ്പുറത്താണ് യാത്ര. അല്പസമയം കൊണ്ട് തന്നെ അദ്ദേഹം തന്റെ സമീപത്തെത്തി. ഹേ വയോധിക, ഈ കഠിനമായ ചൂടിൽ എങ്ങോട്ടാണ് നിങ്ങളുടെ യാത്ര? അദ്ദേഹം ചോദിച്ചു. മക്കയിലെ പരിശുദ്ധ ഭവനത്തിലേക്കാണ്, വയോധികൻ പ്രതിപദിച്ചു. താങ്കൾക്ക് ഭ്രാന്താണോ? വാഹനമില്ലാതെ ഇങ്ങനെ യാത്ര ചെയ്യാൻ? മക്ക എത്ര ദൂരത്താണെന്ന് നിങ്ങൾക്കറിയാമോ? കാലിൽ ഒരു പാതകമോ കയ്യിൽ ഒരു ഭക്ഷണപ്പൊതിയോ കാണുന്നില്ല. ഗ്രാമീണന്റെ വാക്കുകൾ കേട്ട് അദ്ദേഹം പുഞ്ചിരി തൂകി. വാഹനമോ? എനിക്ക് വാഹനമില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ വാഹനപ്പുറത്താണല്ലോ യാത്ര ചെയ്യുന്നത്. ഗ്രാമീണന് അത്ഭുതമായി. എന്താ, നിങ്ങൾ സ്വപ്നം കാണുകയാണോ? നഗ്നപാതനായി നിങ്ങൾ നടന്നു നീങ്ങുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ. എവിടെയാണ് നിങ്ങളുടെ വാഹനം? സ്നേഹിത, എനിക്ക് വാഹനമുണ്ട്. ഞാൻ വാഹനപ്പുറത്താണ് സഞ്ചരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. താങ്കളുടെ വാഹനം കാണാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഗ്രാമീണൻ തന്റെ അഭിലാഷം അറിയിച്ചു. സ്നേഹിത, എൻ്റെ യാത്ര സുദീർഘമാണ്. യാത്രയിൽ പല പരീക്ഷണങ്ങളും നേരിടേണ്ടി വരും. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമയാകുന്ന വാഹനപ്പുറത്ത് ഞാൻ സുഖമായി നിർഭയനായി യാത്ര തുടരും. എന്നാൽ ചിലപ്പോൾ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധി എനിക്ക് നേരിടേണ്ടി വരും. തൽക്ഷണം സംതൃപ്തി എന്ന വാഹനമാണ് ഞാൻ യാത്രക്ക് തിരഞ്ഞെടുക്കുക. ദേഹേച്ഛ എന്നെ ഏതെങ്കിലും കാര്യത്തിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ ഭൗതിക ജീവിതത്തിൽ നിന്നും കഴിഞ്ഞുപോയതിനെ അപേക്ഷിച്ച് വളരെ തുച്ഛമാണ് വരാനിരിക്കുന്നതെന്ന ഞാൻ അതിനെ ബോധ്യപ്പെടുത്തും. വയോധികൻ വിശദീകരിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞ ഗ്രാമീണൻ പറഞ്ഞു, ശരി, നിങ്ങൾ യാത്ര തുടരുക. യഥാർത്ഥത്തിൽ നിങ്ങൾ വാഹനക്കാരനും ഞാൻ വാഹനം കയറാത്തവനുമാണ്. ആകട്ടെ, താങ്കളുടെ പേര് പറഞ്ഞില്ലല്ലോ. ഞാൻ ഇബ്രാഹിമുബിനു അദ്ഹമാണ്. ബൽക്കയിലെ മണിമന്ദിരങ്ങളും കൊട്ടാരക്കൊത്തളങ്ങളും ഉപേക്ഷിച്ച് ഫക്കീറായി മാറിയവൻ, ഏകാന്ത പഥികൻ.